ഉത്തരേന്ത്യയിൽ പിടിമുറുക്കിയ അതിശൈത്യം കനത്ത മൂടൽമഞ്ഞ് റെയിൽ വ്യോമ ഗതാഗതത്തെ ബാധിച്ചു. 30 ട്രെയിനുകളും ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള 80 വിമാനങ്ങളും വൈകി. ഡൽഹിയിൽ വായുമലിനീകരണവും അതിരൂക്ഷമാണ്. വിവരങ്ങളുമായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, സംസ്ഥാനങ്ങളുടെ പൊതുവായുള്ള സാഹചര്യം എന്താണ്? ഈ മൂടൽമഞ്ഞുമായി ബന്ധപ്പെട്ട് ഉള്ള മുന്നറിയിപ്പുകൾ, ഒപ്പം തന്നെ ഈ ഗതാഗത സംവിധാനത്തെ പൂർണ്ണമായി അത് ബാധിക്കുന്ന നിലയിലേക്ക് പോകുന്നു. പലയിടത്തും ട്രെയിനുകളൊക്കെ വൈകി ഓടുന്ന സാഹചര്യം. പൊതുവായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അച്യുതൻ? റിജിത്ത്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം രൂക്ഷമായിരിക്കുകയാണ്. പലയിടങ്ങളിലും പുകമഞ്ഞ് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ഗതാഗത മേഖലയെ തന്നെയാണ് ഇത് കാര്യമായി ബാധിച്ചിട്ടുള്ളത്. ഇന്ന് മാത്രം 30 ട്രെയിനുകളുടെ യാത്രയാണ് ഇത് ബാധിച്ചത്. ഒപ്പം തന്നെ 80 വിമാനങ്ങൾ, ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെ 80 വിമാനങ്ങൾ വൈകുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരത്തിലെ വാഹനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പുകമഞ്ഞിന്റെ സാന്നിധ്യം കണ്ടുകഴിഞ്ഞാൽ ഫോഗ് ലൈറ്റുകൾ ഉപയോഗിക്കുക, ഒപ്പം തന്നെ അമിത വേഗതയിൽ വാഹനങ്ങൾ ഓടിക്കരുത് എന്നൊരു നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് നൽകിയിരിക്കുന്നത്. ഇന്ന് അന്തരീക്ഷ താപനില പുലർച്ചെ 9 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. അതായത് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അതിരൂക്ഷമായ ശൈത്യത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് അറിയുവാൻ കഴിയുന്നത്. എന്തായാലും ജനുവരി പകുതി വരെ ഈ ഒരു അതിശൈത്യം തുടരും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഡൽഹിയെ സംബന്ധിച്ച് വായു മലിനീകരണവും അതിരൂക്ഷമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എയർ ക്വാളിറ്റി ഇൻഡെക്സ് 400 മുകളിലാണ് രേഖപ്പെടുത്തുന്നത്. ഡൽഹിയിലെ ഗുരുഗ്രാം, ഗാസിയാബാദ്, ഫരീദാബാദ്, നോയിഡ എന്നീ മേഖലകളിൽ അപകടാവസ്ഥ തുടരുകയാണ്. എന്നാൽ ഈ വായു മലിനീകരണത്തെ നിയന്ത്രണ വിധേയമാക്കുന്ന സംബന്ധിച്ചുള്ള നടപടികളിലേക്ക് കൂടി സർക്കാർ കടന്നിട്ടുണ്ട്. ഗ്രാബ് 3 പ്രകാരമുള്ള നിയമങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇനി അത് ഗ്രാബ് 4 നടപ്പിലാക്കുന്നതിലേക്ക് കൂടി സർക്കാർ കടന്നേക്കും. കാരണം വായു മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചിട്ടുള്ളത് വരുന്ന ദിവസങ്ങളിൽ വായു മലിനീകരണം കൂടുവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളതാണ്. കാരണം കാറ്റിന്റെ വേഗതയും ഒപ്പം താപനില ഇടിയുന്ന ഒരു സാഹചര്യവും മുന്നിലുള്ളത് കൊണ്ട് തന്നെ വായു മലിനീകരണം ഉയരുവാനുള്ള സാധ്യതകൾ കൂടി മലിനീകരണ ബോർഡ് കാണുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ട മുൻകരുതൽ നടപടിയായി ഒരു പക്ഷേ ഗ്രാബ് 4 നടപ്പിലാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കൂടി സർക്കാർ കടന്നേക്കും. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അതിശൈത്യവും ഒപ്പം വായു മലിനീകരണവും പിടിമുറുക്കുമെന്ന് തന്നെയാണ് അറിയുവാൻ കഴിയുന്നത്. റിജിത്ത്, ശരി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.